വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെ ക്ലാസുകളിലെ OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് അപേക്ഷിക്കാൻ അർഹർ? എത്ര രൂപയാണ് സ്കോളർഷിപ്പ്? അപേക്ഷിക്കേണ്ടത് എങ്ങനെ? അവസാന തീയതി എപ്പോൾ എന്ന് വിശദമായി നോക്കാം ഓൺലൈൻ വേർഡ് മലയാളത്തിലൂടെ. അതിനു മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതി വഴി ആനുകൂല്യം ലഭിക്കുക. അർഹരായ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 1500 രൂപ വീതമാണ് സ്കോളർഷിപ്പായി അനുവദിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ 90% അതിലധികമോ മാർക്ക് നേടിയ OBC വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത. ഇതിനു പുറമെ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല. അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും ഇഗ്രാൻസ് കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ egrants.kerala.gov.in ൽ ലഭ്യമാണ്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച ശേഷം ഓഗസ്റ്റ് 31-നകം വിദ്യാർത്ഥികൾ അതത് സ്കൂളുകളിൽ സമർപ്പിക്കണം. തുടർന്ന് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പരിശോധിച്ച് സെപ്റ്റംബർ 30-നകം ഡാറ്റ എൻട്രി പൂർത്തിയാക്കണം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്. കുടുംബ വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. മുൻ വർഷത്തെ പരീക്ഷയിൽ മിനിമം 90% മാർക്ക് നേടിയിരിക്കണം. കൃത്യമായ മാർക്ക് ശതമാനം രേഖപ്പെടുത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണം. മറ്റു സ്കൂളുകളിൽ നിന്നും പുതിയതായി പ്രവേശനം നേടിയവർ മുൻ വർഷം പഠിച്ചിരുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റ് സമർപ്പിക്കേണ്ടതാണ്. 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സ്കോളർഷിപ്പ് തുക ട്രാൻസ്ഫർ ചെയ്യുക. വിദ്യാർത്ഥികളുടെ ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. ആയതിനാൽ അപേക്ഷകർ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി സീഡ് ചെയ്യുന്നത് ഉചിതമായിരിക്കും. ആധാർ ലിങ്കിംഗ്, ആധാർ സീഡിംഗ് എന്നിവ 2 വ്യത്യസ്ത നടപടിക്രമങ്ങളാണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തു എന്ന കാരണത്താൽ അത് ആധാർ സീഡ് ആവണമെന്നില്ല. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഇഗ്രാൻസ് കേരളയുടെ വെബ്സൈറ്റിൽ നിന്നും ഫോം ഡൗൺലോഡ് ചെയ്തോ സ്കൂളുകളിൽ നിന്നും വാങ്ങിയോ ഫോം പൂരിപ്പിച്ച് സ്കൂളുകളിൽ ഏൽപ്പിക്കേണ്ടതാണ്. അതിനാൽ അർഹരായ വിദ്യാർത്ഥികൾ അവസാന തീയതി കാത്തു നിൽക്കാതെ ആവശ്യമായ രേഖകളും അപേക്ഷയും തയ്യാറാക്കി സ്കൂളുകളിൽ സമർപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 31-നാണ് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായി 0492222335 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വിവരം അർഹരായ വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇത്തരം പ്രധാനപ്പെട്ട സർക്കാർ ആനുകൂല്യങ്ങളുടെയും സ്കോളർഷിപ്പുകളുടെയും വാർത്തകൾ നേരത്തെ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.